വാർത്തകൾ വിശദമാകുമ്പോൾ ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഹിമാചലിൽ ബസ് അടക്കം ഒലിച്ചുപോയിരിക്കുന്നു. ബസ്സിലുണ്ടായിരുന്നവർ ജനാല വഴി രക്ഷപ്പെട്ടു. വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ ചേരുകയാണ്. ആന്റണി, വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഭദ്ര, അതിരൂക്ഷമാണ് ഉത്തരേന്ത്യയിലെ സ്ഥിതി. പ്രത്യേകിച്ച് ഹിമാചൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിലും മറ്റും മലവെള്ളപ്പാച്ചിലും മറ്റുമാണ് പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. ഹിമാചലിൽ രാവിലെ ഒരു ബസ് യാത്രക്കാരുമായി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ബസ്സിൽ നിന്ന് അവർ ജനാലിലൂടെ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായ കാര്യം. പലയിടങ്ങളിലും ഈ കനത്ത വെള്ളപ്പാച്ചിലിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ട്. നമുക്കറിയാം, ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കനത്ത മഴ ഉത്തരേന്ത്യയിൽ വ്യാപകമായി. പ്രത്യേകിച്ച് ഹിമാചൽ, ജമ്മു, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മഴയാണ് നിലവിലുള്ളത്. ഹിമാചലിൽ 6 ജില്ലകളിൽ ഇന്ന് പ്രളയ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറത്തേക്കാണ് ഈ പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചമ്പ, കുളു, ഷിംല തുടങ്ങിയ ജില്ലകളിലാണ് അലേർട്ട് ഉള്ളത്. ഇത്തരത്തിൽ എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതേസമയം ഡൽഹിയിലും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഡൽഹിയിൽ അറിയാം, 40 വർഷത്തിനിടയിൽ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ അത് താങ്ങാനുള്ള ഒരു സാഹചര്യം ഡൽഹിയിലില്ല. അത്തരത്തിൽ പലയിടങ്ങളിലും വലിയ രീതിയിൽ വെള്ളം കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതി മൈതാൻ അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇന്നും കനത്ത മഴ ഉത്തരേന്ത്യയിൽ വ്യാപകമായി തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതിനിടെ ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഭദ്ര, ആന്റണി, അതുപോലെ തന്നെ ഈ മലയാളികൾ ഒരുപാട് പേര് ഈ കുളു, മണാലിയിലൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമ്മൾ നേരത്തെ കണ്ടതാണ്. കാരണം ഈ വിനോദസഞ്ചാരത്തിനൊക്കെയായി പോയ പല മലയാളികളുമാണ് ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നറിയുന്നുണ്ട്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ആന്റണി? ഒരുപക്ഷെ അവരെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും തീരുമാനം, അത്തരത്തിലെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ 15 വിദ്യാർത്ഥികൾ, അവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹൗസ് സർജന്മാരാണ്. ഇവരുടെ സംഘം അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ ഇവരെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നിട്ടുണ്ട്. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ, കാരണം വിനോദസഞ്ചാരികൾ ഒരുപാട് പോകുന്ന ഒരു മേഖലയാണ്. പല റോഡുകളും ഇടിഞ്ഞതിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലേക്കുള്ള പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ ഇടിഞ്ഞ നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതവും തടസ്സപ്പെട്ട സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. ഏതായാലും നിലവിൽ ഈ 15ഓളം വിദ്യാർത്ഥികൾ, അവർ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരാണ്. ഇവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയാണ് ഒരു പ്രധാന പ്രശ്നം. ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, അതിരൂക്ഷമായാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു തടസ്സമായി നിൽക്കുന്നത്. ഭദ്ര, ആന്റണി, മരണസംഖ്യ ഒരുപക്ഷെ ഉയരാനും സാധ്യതയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഇപ്പോൾ 20-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നിലവിൽ ഈ മരണസംഖ്യ 22ആണ്. നിലവിലത്തെ ഒരു സാഹചര്യം, ഈ പ്രളയ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഈ പലയിടങ്ങളിലും അപ്രതീക്ഷിതമായി മണ്ണിടിച്ചൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഈ ദുരന്തത്തിന്റെ തീവ്രത ഇനിയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിലവിൽ 22 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 6 ജില്ലകളിൽ, ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി അതിഗുരുതരമായി തുടരുന്നത് എന്നുള്ളതാണ്. ഹിമാചലിൽ മേഘവിസ്ഫോടനം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. ഏതായാലും ഇന്ന് 6 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭദ്ര, ശരി ആന്റണി,
ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഹിമാചലിൽ ഒരു ബസ് ഒലിച്ചുപോയി. ബസ്സിലുണ്ടായിരുന്നവർ ജനൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം 6 ജില്ലകൾക്ക് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അണക്കെട്ടുകൾ തുറക്കുന്നുണ്ട്. അതേസമയം പല നദികളും കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു. യമുന അടക്കമുള്ള നദികൾ ഇപ്പോൾ കരകവിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹിയിലടക്കം അതീവ സുരക്ഷാ മുന്നറിയിപ്പും ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം കുളു മണാലിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ മലയാളി വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. ഇവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജിസ്റ്റോഷ്. Base 10 minutos.